വെള്ളത്തിൻ്റെ പ്രശ്നം നനയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ സമയത്ത് ഇതൊക്കെ ഒടിഞ്ഞു വീഴും. വെള്ളമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ നനയ്ക്കാറൊന്നുമില്ല. എന്നാലിവിടെ ഇടമഴയൊക്കെ കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കായൊക്കെ മൂപ്പായി തുടങ്ങി. ഒരു 10-15 എണ്ണം വെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 250 വാഴയാണ് മൊത്തം. വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും. നമ്മുടെ ഫോണൊക്കെ അങ്ങനത്തെ ഒരു ഫോണാണ്, അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. ഫോണൊക്കെ നമുക്ക് ഉഷാറാക്കണം. ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. വലിയൊരു ലാഭം കൊയ്യാനും മറ്റുള്ള ബിസിനസ്സിനെ പോലെ പെട്ടെന്ന് വളരാനൊന്നും കൃഷിയിൽ കഴിയില്ല. പതിയെ പതിയെയുള്ള വളർച്ച ഉണ്ടാവുള്ളൂ. അതുതന്നെ ആദ്യഘട്ടത്തിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരാം. ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ലാഭവും കിട്ടും. കണക്ക് കൂട്ടുമ്പോൾ കൃഷി ലാഭകരമാണ്. അതായത് ഒരു നെൽവിത്ത് ആണ് 100 നെൽമണിയാകുന്നത്. ഒരു നെൽമണി 100-200 വരെ, 100 മുതൽ 200 വരെ നെല്ലിൻ്റെ മണിയായി അത് പ്രൊഡക്റ്റ് ഉണ്ടാവും. അത്രയും പെർസെൻറ്റേജ് ലാഭം കണക്ക് കൂട്ടുമ്പോൾ മറ്റേത് ബിസിനസ്സിലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അപ്രതീക്ഷിതമായ ചിലവുകളും അതിൻ്റെ റിസ്ക്കുകളും, അതായത് വെള്ളം, വരൾച്ച, കാലാവസ്ഥ, ഇതൊക്കെ അതിനെ ആശ്രയിച്ചൊരു ഘടകങ്ങളാണ്. ഇതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ ലാഭം നഷ്ടം തീരുമാനിക്കുന്നത്. കൃഷി എപ്പോഴും മൾട്ടിപ്ലൈറ്റ് ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് കപ്പയുണ്ട്, ഒരു 500 മൂട് കപ്പയുണ്ട്. അവിടെ കുറച്ച് കപ്പ ഇപ്പം നട്ടതുണ്ട്. ഈ വാഴക്കലിപ്പോൾ വെട്ടാറായി. നമ്മളവിടെ മഞ്ചേരിക്കുള്ളൻ 3 മാസമായി വാഴ. ഇനിയിപ്പോൾ അടുത്ത മാസം കുറച്ച് വാഴക്കൊന്ന് വെക്കണം. അങ്ങനെ മൾട്ടിപ്പിളായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ക്രോപ്പ് സെറ്റിൽ ചെയ്താൽ നമുക്ക് എല്ലാ സമയത്തും വരുമാനം ഉണ്ടാവുള്ളൂ. അല്ലപ്പോൾ നമ്മളൊരു 2 ഏക്കർ ഭൂമിയുണ്ട്, 2 ഏക്കർ മൊത്തം ഒറ്റ ടൈമിൽ 2000 വാഴക്കന്ന് നിന്ന് വെച്ചു, അല്ലെങ്കിൽ മൊത്തം കപ്പ നട്ടു. ആ ഒരു രീതി മാറ്റിയിട്ട് ഒരു വർഷത്തിൽ 2-3 ഷെഡ്യൂളായിട്ട് കൃഷി ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ്, പ്രൈസിലുള്ള ഡിഫറൻസ്, മാർക്കറ്റ് ഡൗണൊക്കെ